together. I said till death do us part. I want to mean it with all of my heart. Help me to love you more than I love her. Then I know I can love her more than anyone else. And bring her in your presence today. Make her what you want her to be. I pray to hear her heart. I pray she'll love you more. I pray to cherish and serve her, and will bring you glory today. I pray, I
പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല കാലത്തിന്റെ ഉച്ച കഴിഞ്ഞ വേളയിൽ കർത്താവ് സ്നേഹിക്കുന്നായിട്ടുള്ള വാത്സല്യമുള്ള ഭവനത്തിന്റെ തണലിൽ ഞങ്ങൾക്ക് ഇപ്രകാരം ഒരു അവസ്ഥയിലായിരിക്കാൻ തക്കവണ്ണം സ്നേഹനായിരിക്കുന്ന നന്നല്ലെന്ന് കാണുന്നതായിട്ടുള്ള വേളയിൽ തക്കതായിട്ടുള്ള തുണയെ ഒരുക്കി കൊടുക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ അവിടുന്ന് ചൊരിഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് തക്കതായിട്ടുള്ള തുണകളെ ഒരുക്കിയിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സമയത്ത് കുടുംബജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ തക്കോളം സ്വന്തം ഞങ്ങളെയൊക്കെ നിലയാക്കുന്നതിനായിട്ട് ഞങ്ങൾ അതിനെ വാഴ്ത്തുന്നു. ഈ വാത്സല്യമുള്ള ഭാവത്തെ അവിടുത്തെ കടങ്ങളിലേക്ക് ഞങ്ങളെ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകനെ പ്രിയപ്പെട്ട അവിടുത്തെ കടങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. നിന്റെ മക്കളുടെ കുടുംബജീവിതത്തെ നീ അവിടുന്ന് സ്നേഹിച്ചു, മാനിച്ചു. അതിനായിട്ട് ഞങ്ങൾ നന്ദി കൊടുത്തിരിക്കുന്നതായിട്ടുള്ള നിന്റെ മകൾ ജിനി അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ളതായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ച് വളർന്നു വന്നതായിട്ടുള്ള ഈ കുഞ്ഞുങ്ങൾ കർത്താവെ, അല്പനിമിഷങ്ങൾക്ക് ശേഷം വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ കൂടെ കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്നതോർത്ത് നന്ദിയോടുകൂടെ ഞങ്ങൾ എന്നെ വാഴ്ത്തുകയാണ്. കർത്താവെ, നീയാണ് കുടുംബത്തെ നിർമ്മിച്ച് സ്ഥാനം മുതൽ കർത്താവെ അവർ ഒരുമിച്ച് ഒരു ജീവിത യാത്ര തുടങ്ങുവാനായിട്ട് പോകുന്നതായിട്ടുള്ള ഈ വേള ഏറെ അനുഗ്രഹിക്കപ്പെട്ടതായ അനുഭവമായി തീരുവാൻ തക്കോണം അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, പ്രിയപ്പെട്ട ശാരദയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. നിന്റെ മകളെയും അവിടുന്ന് അനുഗ്രഹിച്ചായിട്ട് കർത്താവെ അവർക്ക് നല്ല ഭാവിയിലേക്ക് നീ അവിടുന്ന് കൊടുക്കുവാനായിട്ട് പോകുന്നതോർത്ത് സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് കർത്താവെ, ഇവിടെ നിലകളെ വണങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടതിൻ്റെ മുഖാദികളെയും ചാർച്ചക്കാരെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് തന്നെ മക്കളെ വെച്ച് നീ ഇവിടെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണം. കുടുംബജീവിതത്തിലെ എല്ലാ നന്മകളും ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നൽകി നീ ഇവിടെ അവരെ അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ ക്രമീകരണങ്ങളെയും സ്വർഗ്ഗത്തിലെ
നന്ദിയോടെ സ്തോത്രം. കർത്താവേ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടെ സ്തോത്രം. ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘ യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമുക്ക് ദാനമായി നൽകി തന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഐരാണിക്കുടി ഇടവയിലെ പ്രിയ സജിയുടെയും ബിനിയുടെയും മകനായിരിക്കുന്ന സാൻഡി കോശി ജോണിൻ്റെയും അതുപോലെ ജിനി ജെയിംസിൻ്റെയും ഡാനിയൽ ജെയിംസിൻ്റെയും വത്സമ്മ ജെയിംസിൻ്റെയും മകളായിരിക്കുന്ന ജിനി ജെയിംസിൻ്റെയും വിശുദ്ധ വിവാഹ ശുശ്രൂഷയ്ക്കാണ് നാം കൂടി വന്നിരിക്കുന്നത്. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ എല്ലാ ശുശ്രൂഷകളിലും മുഖ്യ സ്ഥാനം ദൈവവചനത്തിലാണ്. ഇന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകി തന്ന പ്രിയ ലാജിയച്ചൻ തന്നെ, ബഹുമാനപ്പെട്ട ലാജിയച്ചൻ തന്നെയാണ് വചന ശുശ്രൂഷയും നടത്തുന്നത്. ബഹുമാനപ്പെട്ട ലാജിയച്ചനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിവാഹത്തിന് വേണ്ടി ഈ ഇടവകയും ഇവിടുത്തെ അനുഗ്രഹീതമായ കൊയർ അംഗങ്ങളെ ഒരുക്കുകയും ഇവർക്ക് വേണ്ട ക്ലാസ് എടുക്കുകയും എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത പ്രിയ അച്ഛനോട് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഐരാണിക്കുടി ഇടവകയുടെ വികാരി എന്നുള്ള നിലയിലും ഇടവ ജനങ്ങളുടെയും പ്രത്യേക നന്ദിയും സ്നേഹവും അച്ഛനെ അറിയിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് സഹകാർമ്മികരായിരിക്കുന്നത് സഭയുടെ മുൻ ട്രഷററായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജു തോമസ് അച്ഛനാണ്. അച്ഛനെ പ്രത്യേകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ സഭയുടെ സുവിശേഷ പ്രവർത്തന ബോർഡിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട അനീഷ് മാത്യു അച്ഛനും പ്രവർത്തിയുണ്ട്. ഈ പ്രിയ വൈദികരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവരുടെ ശുശ്രൂഷ ഇന്ന് നമുക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കുന്നതിനായ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രയും സ്നേഹവും ബഹുമാനമുള്ളതായ ഐരാണിക്കുടി ഇടവക വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ വർഗീസ് അച്ഛൻ, കോറമംഗല ഇടവക വികാരിയായിരിക്കുന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട ബിജു തോമസ് അച്ഛൻ, സഭയുടെ യോജന എവിടെയും യേശുകർത്താവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. നിങ്ങളേവരെയും സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ബാംഗ്ലൂർ പാരീഷിലേക്കും ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. The word of God says, "This is the day that the Lord has made," and I believe this is the day Lord made for dear Sandy and Ginny, and this is the day for them to rejoice in Christ. കർത്താവിൽ ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ വേണ്ടി ദൈവം അവരുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സുദിനത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നു,
ലോകത്തിലെ വേൾഡിലെ the latest family is going to be instituted within few minutes. ഒരുപക്ഷേ ലോകത്തിൽ ഒരുപാട് ഈ മൊമെന്റിൽ ഒരുപാട് വിവാഹ ശുശ്രൂഷകൾ നടക്കുന്നുണ്ടായിരിക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കണക്കിൽ ലോകത്തിൽ സ്ഥാപിക്കുന്ന ഏറ്റവും the newest family in this world, that is Sandy and Jenny. ദൈവമേ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഞാൻ പ്രാരംഭത്തിൽ തന്നെ നേരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നടത്തിയിട്ടുള്ള സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ഡീറ്റെയിൽ ഇൻ എവറി ആസ്പെക്ട്സ് എവറി ഏരിയ അവർക്ക് ഇൻ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്ക് പ്രത്യേകിച്ച് ഒരു ക്ലാസിന്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു ദൈവം നമുക്ക് ആവശ്യമാണ് എപ്പോഴും, എങ്കിലും ഒരു പ്രത്യേകിച്ച് ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. എങ്കിലും എല്ലാ വിവാഹ ശുശ്രൂഷയ്ക്കും ദൈവവചനത്തിന് പ്രധാനപ്പെട്ടതായ സ്ഥാനമാണ്. ശിവാഞ്ജലിക്കൽ സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള ഒരു സഭ കൂടെ ആയതുകൊണ്ട് വചനത്തിന് ഉള്ളതായ ചില നിമിഷങ്ങൾ മാത്രം ഇവിടെ എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഇവർക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ക്ലാസ്സുകൾ ഇവരുടെ ജീവിതത്തിൽ പാലിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചാൽ that will be a very great blessing and God will bless enormously in your life. അപ്പം സമൃദ്ധമായിട്ടുള്ളതായ അനുഗ്രഹത്തെ നൽകുവാനായിട്ട് ദൈവമോട് തന്നെയായി. തിരുവനന്തപുരത്ത് നമ്മുടെ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എല്ലായ്പ്പോഴും ചിന്തിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതായ ഒരു തിരുവചനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. It is not good that the man should be alone. ഇത് ആരുടെ ചിന്തയാണ് എന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ ചിന്തയല്ല, ഇത് ദൈവത്തിന്റെ ചിന്തയാണ്. നമ്മൾ ഈ വാക്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം ജനസിസ് ചാപ്റ്റർ 2:18. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ദാറ്റ് അനേക കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് വിവാഹം വേണ്ട. അതായത് ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരായിട്ടുള്ള കാഴ്ചപ്പാട്. ഇനി വിവാഹമില്ലാത്ത അടുത്തൊരു പരിപാടിയുണ്ട്, എന്താണ്? ലിവിംഗ് ടുഗദർ. അവിടെയും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിട്ടുള്ള വിവാഹം നടക്കുന്നില്ല എന്നുള്ള ഓർത്തോളം ലിവിംഗ് ടുഗദറിൽ കൂടെ പോകുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചു കാണും, പോർച്ചുഗൽ ഫുട്ബോൾ താരം ജോട്ട എന്ന് പറയുന്ന 28 years ഉള്ളതായിട്ടുള്ള ചെറുപ്പക്കാരൻ ജൂൺ മാസം 22 വിവാഹം കഴിച്ചു. 3 കുഞ്ഞുങ്ങളുണ്ട് ആ സമയത്ത്. ലിവിംഗ് ടുഗദർ കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞ് മരിച്ചു. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടത്തെ തകിടം മറിക്കും. ഓക്കെ, ഇനി കല്യാണം കഴിച്ചു പോയി എന്ന് നമുക്ക് വിചാരിക്കും. കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താ? ഒരു സോഫ ഉണ്ടെങ്കിൽ ഒരറ്റത്തെ ഭാര്യയിരിക്കും, ഇപ്പുറത്തെ അറ്റത്ത് ഭർത്താവിരിക്കും. ഒരാൾ കിഴക്കോട്ടാണെങ്കിൽ വേറൊരാൾ പടിഞ്ഞാറോട്ട്. ഇവർക്ക് എന്തിനാ കൂട്ട് വേണ്ടിയത്? ഇതാണ് കൂട്ട് വേണ്ടിയത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ കോൺവെർസേഷൻ ഇല്ല, കമ്മ്യൂണിക്കേഷനിൽ അനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണം എന്നുള്ളതായ ഒരു ആഹ്വാനമാണ് പ്രാരംഭത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് നൽകി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമായി. ഇന്ന് ഭാര്യയും ഭർത്താവും കൊണ്ടുവന്നിട്ട് രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്, രണ്ടുപേരും ബിസി വേൾഡാണ്. നമുക്ക് കുറ്റമൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. എന്താണ് ഇന്ന് എല്ലാം ഷെയറിംഗ് ഉണ്ട് അല്ലെ? ഷെയറിംഗ് കൂടുന്നു, ആത്മാർത്ഥത കുറയുന്നു. എന്തിനാ ഷെയറിംഗ് കൂടുന്നത്? ഞാൻ രാവിലെ കാപ്പി ഇട്ട് കഴിഞ്ഞാൽ നീ പിന്നീട് ഇഡലി ഉണ്ടാക്കിക്കോണം. ഇന്ന് ഞാൻ എന്ന് പറയുന്ന സംഗതി ഇല്ല എന്ന് ഓർത്തോണം. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കറിയാം, 10, 12 മക്കളുള്ളതായ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. നല്ല ഡീപ് സ്ലീപ്പിലായിരുന്നു അദ്ദേഹം, നന്നായി ഉറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദാമിന്റെ ഭാഗത്ത് നിന്ന് തനിക്കുള്ള തക്ക തുണയെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചുള്ള ഒരു എഫോർട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ആദാമിനുള്ള തക്ക തുണയെ ആരാ കൊണ്ട് കൊടുത്തത്? കർത്താവാണ് കൊണ്ട് കൊടുത്തതെന്ന് ഓർത്തോളാം. പിതാവായ ദൈവം തന്നെയാണ് കൊണ്ടുകൊടുത്തത്. എന്താ ദൈവമക്കളെ, ഇത് പെട്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു പോവാം. ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the sovereign authority of our Lord in our life. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അതിന്റെ അധികാരി എന്ന് പറയുന്നത് ആരായിരിക്കണം? കർത്താവായിരിക്കണം. He is the sole authority. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ, ആ അധികാരി ആയിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻസ് അല്ല. നമ്മുടെ ഡിസിഷൻസ് ഒക്കെ പാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവം കണ്ടെത്തുന്നതിനെ, ദൈവം ശരിയാക്കി തരുന്നതിനെ, that is always perfect.
ദൈവം നൽകുന്നത് എപ്പോഴും പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഈ തക്ക തുണയെ ആരാണ് നൽകിയത്? നിങ്ങളൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാട് അന്വേഷിച്ച് നടക്കും. ഒരുപക്ഷെ ഒരുപാട് പണം കരങ്ങളിൽ വെച്ചുകൊണ്ട് വിവാഹം നടത്തുവാനായിട്ട് ശ്രമിക്കും, നടക്കുകയല്ല. എന്നാൽ ദൈവത്തിന്റെ സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? എല്ലാം ഭംഗിയായിട്ടും ചന്തമായിട്ടും അനുഗ്രഹപ്രദമായിട്ടും നടക്കും. അന്നേരം നമ്മുടെ ഒന്നുമില്ലെങ്കിൽ പോലും നടക്കുമെന്നുള്ളത് ഓർത്തോളം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മളെ കാണിച്ചു തരുന്നത് ദൈവമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ അധികാരി. ഈ കുഞ്ഞുങ്ങൾ ഇന്ന് വിവാഹം കഴിക്കും, അല്പനിമിഷത്തിനുള്ളിൽ ഇവരുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? ഇവരുടെ ജീവിതം ഫ്രീ ആയിട്ട് ഇവരെ ജീവിക്കാനായിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മാത്രമായിരിക്കണം ഇവരുടെ ജീവിതത്തിലെ അധികാരി. ഞാൻ പറഞ്ഞിരുന്നു മനസ്സിലാകുന്നുണ്ടായിരിക്കും. നമുക്കിപ്പോ പല കുഴപ്പങ്ങളുണ്ട് അല്ലേ? പിന്നെ ഇങ്ങനെ എന്താ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് നിങ്ങൾ തിരിച്ചു കഴിഞ്ഞു. അപ്പൊ പ്രത്യേകിച്ച് ചരടെ പിടിച്ച് നിർത്തുന്ന പരിപാടി അത് വേണ്ട, അത് വിട്ടേ. ആ കുഞ്ഞുങ്ങൾ ഫ്രീ ആയിട്ട് ജീവിക്കണം. അമ്മായിയപ്പനും അമ്മായിയമ്മയും അപ്പനും അമ്മയും ഒന്നും കളിക്കാനായിട്ട് ആരും നിൽക്കണ്ട. അവരുടെ ജീവിതം അവർ ഫ്രീ ആയിട്ട് ദൈവം അവരെ കൺട്രോൾ ചെയ്യട്ടെ. അതിനുള്ള ക്ലാസ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ദൈവം അവരെ കൺട്രോൾ ചെയ്യട്ടെ. അല്ലെങ്കിൽ എന്താ ചെറുക്കൻ അങ്ങോട്ട് ഇറങ്ങി പോകുന്നവരെ പോയത് കണ്ടില്ലയോ അവരോട് അവരോട് ചോദിക്കാതെ നിങ്ങൾ ഇത് വേണ്ടെന്നേ. കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തെ അവരെ കൺട്രോൾ ചെയ്യട്ടെ. അവരെ അനുഗ്രഹപ്രദമായ രീതിയിൽ അവർ മുൻപോട്ട് പോകാനായിട്ട് ഇടയായിട്ട് ഞാൻ വേഗം പോകട്ടെ. അപ്പോ രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ അതോറിറ്റി ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്നാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ തിരുവചനം പറയുന്നുണ്ട്, ദൈവം അവരെ അനുഗ്രഹിച്ചു. ആൻഡ് ഗോഡ് ബ്ലെസ് ദം. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അനുഗ്രഹിക്കുന്നതായ കുടുംബങ്ങളായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ. ആദാമിനെയും ഹവ്വായെയും ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ദൈവഹിതപ്രകാരം ദൈവ ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ റിസീവ് ഹെവൻലി ബ്ലെസ്സിങ്സ് ഇൻ അവർ ലൈഫ്. പ്രിയ സാൻഡി, പ്രിയ ജെനി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ നോക്കുന്നുണ്ട്, സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണം. Be fruitful and multiply. That is the blessing God wants to give in your life. Be fruitful and multiply. അവിടെ പ്രശ്നമുണ്ട്. വിവാഹം കഴിക്കും, അപ്പന്റെയും അമ്മയുടെയും നിർബന്ധപ്രകാരം വിവാഹം കഴിക്കും. പക്ഷെ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് എന്താ? പണ്ടൊക്കെ പറയുമായിരുന്നു നാം ഒന്ന് നമുക്കൊന്ന്, പിന്നെ പറയുമായിരുന്നു നാം രണ്ട് നമുക്ക് രണ്ട്, ഇപ്പം പറയും നാം ഒന്ന് നമുക്കൊന്നും വേണ്ട. എന്നാ വിഷയം അറിയാമോ? കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? ഡെലിവറി നടത്തി കഴിഞ്ഞാൽ എന്റെ സൗന്ദര്യമൊക്കെ പോകുമെന്നുള്ളതായ പെൺകുട്ടിയുടെ ചിന്ത. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ നോക്കാനുള്ള പെടാപ്പാട്. അപ്പൊ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ടൊക്കെ നടന്നാൽ മതിയല്ലോ അല്ലേ? നമ്മൾ ഓർക്കണം, നമ്മുടെ മാതാപിതാക്കളൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മളാരും ഇവിടെ കാണത്തില്ലായിരുന്നു എന്നുള്ളൊരു ഓർമ്മ കൂടെ നമ്മളെ ഭരിക്കണം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ട് അവന് തക്ക തുണയായിരിക്കാൻ ഒരു സ്ത്രീയെ സൃഷ്ടിച്ച് അവന് കൊടുത്തു. അതുകൊണ്ട് പുരുഷൻ തന്റെ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഇരുവരും ഒരു ദേഹമായി. വിവാഹം ദൈവത്താൽ നിയമിക്കപ്പെട്ടതും മശിഹായും അവന്റെ മണവാട്ടിയായ സഭയും തമ്മിലുള്ള ജ്ഞാനാത്മകമായ ഐക്യത്തെ രക്ഷീകരിക്കുന്നതും ആകുന്നു. ഗലീലയിലെ കാനാവിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ ദൈവം നമ്മുടെ കർത്താവ് വിവാഹത്തെ ആശീർവദിക്കുകയും ചെയ്തു. എബ്രായ ലേഖനം പറയുന്നത് വിവാഹം ദൈവ നിയമിതവും മാന്യവും വിശുദ്ധവും ആകുന്നു എന്നത്രേ. സഭ ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിനോട് ഒന്നായി ചേർക്കപ്പെടുന്നു. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത് എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. അതുകൊണ്ട് അലക്ഷ്യമായോ അവിവേകമായോ അർത്ഥം ഗ്രഹിക്കാതെയോ ജഡോല്ലാസത്തിനായോ ഈ വിശുദ്ധ ബന്ധത്തിൽ ആരും പ്രവേശിക്കരുത്. പിന്നെയോ പൂർണ്ണ ഗൗരവത്തോടും ഉത്തരവാദിത്വത്തോടും ദൈവഭക്തിയോടും പ്രതിഷ്ഠയോടും കൂടി ഇതിൽ പ്രവേശിക്കണം. ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും ആപത്തിലും സന്തോഷാനുഭവത്തിലും അന്യോന്യം തുണയായിരിക്കാനും തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാനും വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്ന യാതൊരു രഹസ്യമോ പരസ്യമോ ആയ ബന്ധമോ വിചാരങ്ങളോ ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്.
വിവിധമായ ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകരായി സ്വർഗീയ കുടുംബത്തിന്റെ നിഴലായി ഭൂമിയിൽ ഒരു കുടുംബം ഉണ്ടാകുവാൻ വിവാഹം നിയമിക്കപ്പെട്ടു. ഈ മണവാളത്വം താൽക്കാലികവും മണവറ നീക്കം വരുന്നതുമാകുന്നു. നിധിനായ ഒരു മണവാളനെയും നിധിമായ ഒരു മണവറയെയും ഈ വിവാഹം ചൂണ്ടിക്കാണിക്കുന്നു. ഈ മണവറയിലെ ഒരുമിച്ചുള്ള നിങ്ങളുടെ ജീവിതം മുഖാന്തരം നിത്യ മണവറയ്ക്ക് നിങ്ങൾ യോഗ്യരായി തീരേണ്ടതാകും. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവർ തരുന്ന പ്രതിഫലവും ആകുന്നു. കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന മക്കളെ കർത്താവിനെ കുറിച്ചുള്ള ഭയത്തിലും ബാലശിക്ഷയിലും പത്യോപദേശത്തിലും അവന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിന് വളർത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിനത്രേ അധികാരമുള്ളത്. അതുപോലെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കത്രേ അധികാരം. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് എന്തെങ്കിലും തടസ്സമോ വിരോധമോ ഉണ്ടെങ്കിൽ സകല ഹൃദയങ്ങളിലെയും രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തിന്റെയും ഈ സഭയുടെയും മുമ്പാകെ നിങ്ങൾ അത് പ്രസ്താവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടും. എന്തെന്നാൽ ദൈവഹിതപ്രകാരമല്ലാതെ കൂട്ടിച്ചേർക്കപ്പെടുന്നവർ ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരല്ലെന്നും അവരുടെ വിവാഹം ന്യായമായിട്ടുള്ളതല്ലെന്നും നിശ്ചയമായി ഒന്നിച്ച് പാർക്കാനായിട്ട് സാൻഡി എന്ന ഈ പുരുഷനെ നിന്റെ ഭർത്താവായി നീ കൈക്കൊള്ളുമോ? രണ്ടാമത്തെ ചോദ്യത്തിന് അപ്രകാരം ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് ഉത്തരം പറയുന്നു. നീ ഇവനെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് ശുശ്രൂഷിച്ച് ബഹുമാനിച്ച് ആരോഗ്യത്തിലും രോഗത്തിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഇവനെ സംരക്ഷിക്കുകയും നിങ്ങൾ ഇരുവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെയും ഈ സഭയുടെയും മുൻപാകെ നീ പ്രതിജ്ഞ ചെയ്യുമോ? ഇപ്പോൾ ഇവര് വിവാഹ സമ്മത രജിസ്റ്ററിൽ അവരുടെ സമ്മതം സൈൻ ചെയ്യുന്നു. ഇന്ന് ഭൂമിയിൽ ഒരു കുടുംബം കൂടെ സ്ഥാപിതമാക്കുവാൻ ഞങ്ങളുടെ പ്രിയ സാൻഡിയിലൂടെയും ജിനിയുടെയും ഒരു പുതിയ കുടുംബം കൂടെ സ്ഥാപിതമാക്കുവാൻ അങ്ങ് പ്രസാദിക്കുന്നതിനായി സ്തോത്രം. സഹോദരങ്ങൾ, ഇവരുടെ സൺഡേ സ്കൂൾ കോളേജ് അധ്യാപകർ ആരെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഞങ്ങൾ അവരെ നന്ദിയോടെ ഓർക്കുന്നു. ശുശ്രൂഷയെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന വിനയം കേൾക്കുമാറാകണമേ. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ
നിന്റെ മഹത്വത്തെ കീർത്തിപ്പാനും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. കർത്താവേ, വിശുദ്ധവിവാഹത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന ഈ നിന്റെ മക്കളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. സ്വർഗീയ മനോഹരയിൽ നിന്നോടുകൂടിയുള്ള നിത്യസന്തോഷത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. സ്വർഗീയ മണവാളനാകുന്ന നിന്നിൽ ഞങ്ങളുടെ പ്രമോദവും സന്തോഷ സമൃദ്ധിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നോടുകൂടിയുള്ള നിരന്തര സംസർഗത്താൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞുപോകുകയും നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശിതരാകുകയും നിന്റെ ആത്മാവിന്റെ വ്യാപാരത്താൽ ഞങ്ങൾ നടത്തപ്പെടുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, ഇപ്പോൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന ഈ മണവാളിനെയും ഈ മണവാട്ടിയെയും സ്വർഗീയ ദർശനം കൊണ്ട് പരിജ്ഞാനം കൊണ്ട് അലങ്കരിക്കണമേ. നിന്റെ ആത്മാവിനാൽ ഇവരെ നിറയ്ക്കുകയും ആത്മീയ സൗന്ദര്യത്താൽ ഇവർ തമ്മിൽ ആകർഷിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്റെ ധാരാളമായ വിഗ്രഹത്താൽ ഞങ്ങളെയും ഇവരെയും സന്തുഷ്ടരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങൾ ഇവരും നിനക്ക് എന്നും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. തിരുസന്നിധിയിലേക്ക് ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും നിന്റെ കരുണയാൽ കടാക്ഷിക്കുമാറാകണമേ. പ്രത്യേകമായി നിന്റെ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്ന ഈ ദമ്പതികളെ നിന്റെ വലങ്കൈ നീട്ടി ആശീർവദിക്കുമാറാകണമേ. പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചു കൊടുത്തതുപോലെ ഇവരുടെ പാപങ്ങളും ലംഘനങ്ങളും ക്ഷമിച്ചു കിട്ടിയെന്നുള്ള ഉറപ്പും കുരിശിലെ കളനെ കൈക്കൊണ്ടതുപോലെ ഇവരെയും കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ള നിശ്ചയവും ഇവർക്ക് നൽകുമാറാകണമേ. ഇവരുടെ ശരീരാത്മദേഹികൾ നിന്റെ ആത്മാവിനാൽ പുതുക്കപ്പെടുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, കുറ്റമറ്റ ജീവിതവും നിർമ്മലവുമായ നടപടികളും ഇവർക്ക് നൽകുമാറാകണമേ. നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല വിശ്വാസികളോടും കൂടെ ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ദൈവവും പിതാവായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തും കൊള്ളുകയും ക്രിസ്തുവിന്റെ ജയത്തിനും കീഴ്പ്പെട്ടിരിക്കുകയും ഭാര്യമാരെ കർത്താവെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിന് രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സ്ഥലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അവൻ അവളെ വചനത്തോടുകൂടി അഗ്രസ്ഥാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിനും ചുടുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്കെതിരെ നിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവളുടെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഭവിച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നതുപോലെ അതിനെ പോറ്റി ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിലെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോടെ പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശത്തിലെ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ
താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, അന്യോന്യം ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദരനെയും സഹോദരിയെയും അവിടുന്ന് സംയോജിപ്പിക്കണമേ. ഇവർ തങ്ങളുടെ ആയുഷ്കാലം മുഴുവനും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുവാൻ സ്നേഹത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവിനെ ഇവർക്ക് നൽകണമേ. സംശയത്തിന്റെയും സ്വാർത്ഥത്തിന്റെയും ആത്മാവിനെ ഇവരിൽ നിന്ന് അകറ്റിക്കളയണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ നിന്ന് ഇവർ എല്ലായ്പ്പോഴും നിന്നെ സ്തുതിക്കുകയും ചെയ്യുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. തുടർന്ന് മോതിരമാഴിന്റെ ശുശ്രൂഷയാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഇരിക്കാം. കർത്താവേ, മോതിരങ്ങളെ ഈ ദമ്പതികൾക്കായി നീ വേർതിരിക്കുകയും ഇവരുടെ വിവാഹത്തിന്റെ അടയാളവും മുദ്രയുമായി ഇവർക്ക് നൽകുകയും ചെയ്യണമേ. ഇവയെ കൊടുക്കുകയും ധരിക്കുകയും ചെയ്യുന്നവർ ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായി വിവാഹം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യമായി ഈ മോതിരം അണിയിക്കുന്നു. എൻ്റെ ശരീരാത്മാ ദേഹികൾ കൊണ്ട് ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. എൻ്റെ ഈ ലോക സമ്പത്തുകൾക്കും സകല സ്ഥാനമാനങ്ങൾക്കും ഞാൻ നിന്നെ അവകാശിയായി സ്വീകരിക്കുന്നു. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യതയിലും രോഗത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നതുവരെ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം നിന്നെ സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും സന്തുഷ്ടിപ്പെടുത്തുവാനും ഈ സഭയുടെ മുമ്പാകെയും സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിലും ഞാൻ നിന്നെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നതിന്റെ ഇന്നു മുതൽ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അരോഗതയിലും രോഗത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം നിന്നെ സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും അനുസരിപ്പാനും സന്തുഷ്ടിപ്പെടുത്തുവാനും ഈ സഭയുടെ മുമ്പാകെയും സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിലും നിന്നോട് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. ഇന്നു മുതൽ ഞാൻ നിന്റെയും നീ എന്റേതും നാം ഇരുവരും ദൈവത്തിൻ്റെതുമായിരിക്കും. നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരികയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ത്രിയേക ദൈവം അതിന് എനിക്ക് സഹായിക്കുമാറാകട്ടെ. മുഴുവനും അഭംഗുരം പ്രാപിക്കുവാൻ സർവശക്തൻ കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. Thank you.
ദീർഘക്ഷമയോട് കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യം സമാധാനത്തിൽ കാക്കുകയും ചെയ്യുവാൻ ഇവർക്ക് സഹായിക്കണമേ. അങ്ങേ പിതാവിന് പരിശുദ്ധാത്മാവിന് സ്തുതിയും സ്തോത്രവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോൾ ജനങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. മണവാട്ടിയുടെ കഴുത്തിൽ മീന് കിട്ടുന്നത്, അതോടൊപ്പം തന്നെ വിവാഹ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നതായി. മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശ്യം. എന്നവരെ വാഴ്ത്തിയ സർവേശൻ അബ്രഹാം സാറായെന്നവരെ വാഴ്ത്തിയ സർവേശൻ ഇസഹാക്ക് റിബേക്ക എന്നവരെ വാഴ്ത്തിയ സർവേശൻ യാക്കോബുരാഗേലെന്നവരെ വാഴ്ത്തിയ സർവേശൻ സ്വർഗീയ മണവാളനായ കർത്താവ് നിങ്ങളുടെ മണവാളിനെ പരിശുദ്ധാത്മാവോട് മുദ്രയിടട്ടെ. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേൽ താമസിക്കട്ടെ. കർത്താവ് നിങ്ങളെ സകല ഉപദ്രവങ്ങളിൽ നിന്നും കാത്ത് സൂക്ഷിച്ച് നാശമില്ലാത്തതും ആഗ്രഹിക്കത്തക്കതുമായ സ്വർഗീയ അലങ്കാരങ്ങളാൽ നിങ്ങളെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിങ്ങളെ അവൻ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ കർത്താവ് നിങ്ങളുടെ മണവാളിനെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെട്ടിരിക്കും. അവൻ അവളോട് ഏത് പ്രകാരം വർദ്ധിക്കണമോ അതുപോലെ അവളും അവനോട് വർദ്ധിക്കുകയും എത്രയും യോഗ്യമാം വിധം അവനെ ബഹുമാനിച്ച് ശുശ്രൂഷിക്കുകയും. മുന്തിരിപ്പള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും മുഴുകുതകൾ പോലെയും ഇരിക്കട്ടെ. സകല ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല പ്രശംസിക്കപ്പെടുന്നു. ആമേൻ. ഞാൻ നിങ്ങളെ അറിയുന്നവന്റെ മുൻപാകെയും അത്രയും നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ ഇന്നു മുതൽ ദൈവം നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിനും നിങ്ങൾ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മുടെ കർത്താവായ യേശുവിന്റെ വലങ്കൈ എല്ലായ്പ്പോഴും നിങ്ങളെ നടത്തുമാറാകട്ടെ. മിസ്റ്റർ ആൻഡ് മിസ്സസ് സാൻഡി കോശി ജോൺ,
ഒരു പുതിയ കുടുംബം കൂടെ ഐരാണിക്കുടി ഇടവയിലും അതുപോലെ ബാംഗ്ലൂർ ഇടവയിലും ദൈവം നൽകിയിരിക്കുകയാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഞങ്ങളുടെ പ്രിയ അച്ഛൻ ക്ലാസ് എടുത്തപ്പോഴും ക്രിസ്തുവിലുള്ള ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുകയും അതിനുശേഷമാണ് ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, ദാസന്മാരെ, യജമാനന്മാരെ, പിതാക്കന്മാരെ, അങ്ങനെ കുഞ്ഞുങ്ങളെ എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിലുള്ള എല്ലാവർക്കും ഉള്ള പ്രബോധനം വിശുദ്ധ പൗലോസ് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കുടുംബത്തിലെ, സഭയിലെ, ഇടവുകളില്, ഓഫീസുകളില്, എവിടെയൊക്കെ നാം ആയിരിക്കുന്നു അവിടെയൊക്കെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് എല്ലാത്തിനും കീഴ്പ്പെട്ടിരിക്കും. എന്നാൽ അതിനൊക്കെ ഭാര്യ ഭർത്താവിനെ പേടിച്ചോ ഭർത്താവ് ഭാര്യയെ പേടിച്ചോ കീഴ്പ്പെട്ടിരിക്കണമെന്നല്ല, ദൈവത്തെ ഭയപ്പെടും, ക്രിസ്തുയേശുള്ള ഭയത്തിൽ. നിങ്ങൾക്ക് എപ്പോഴും ദൈവത്തോടുള്ള ഭയമുള്ളവരും തമ്മിൽ കീഴ്പ്പെട്ടു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ കുടുംബജീവിതം നയിപ്പാന് ദൈവമായ കർത്താവ് നിങ്ങളെ സകല അവര് തുടർന്ന് വിവാഹ രജിസ്റ്ററില് ഒപ്പുവെക്കുമ്പോൾ കൊയർ അവർക്ക് വേണ്ടി ആശംസാ ഗീതം പാടുന്നതും അവര് രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും അതുപോലെ 2 സാക്ഷികളും മുന്നോട്ട് വന്ന് ആ രജിസ്റ്ററിൽ ഒപ്പുവെക്കണം. അവർ നിങ്ങളുടെ പ്രിയ നിങ്ങളുടെ ശുശ്രൂഷയിൽ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും നടത്തുകയും അവരെ ദൈവകൃപയിൽ വളർന്നു വരുവാന് വിവിധ നിലകളിൽ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ഇന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അവർ ഇന്ന് ജീവിതത്തിന്റെ പുതിയൊരു കാൽവെപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവരെ നീ അനുഗ്രഹിക്കണമേ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Every story will unfold.
भोजीरा मंगला गिम्बल తీసుకోపో బ్రో ఎంట్రీనా സമൂഹത്തിന് മുമ്പാകെ നമ്മുടെ നവവധൂവരന്മായ ജിനിയും സാൻഡിയും ഒന്നായി ഒറ്റ മനസ്സായി ഒന്നു ചേരുന്ന ഒരു ദിവസമാണിന്ന്. നമുക്ക് എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ദൈവമല്ലേ വലുത്, നമ്മുടെ യേശുപ്പച്ചനല്ലേ വലുത്. സോ നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. അതിനായി ജോൺ വർഗീസ് അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എവിടെ അച്ഛൻ? അച്ഛനെ കണ്ടോ നിങ്ങൾ? അച്ഛൻ എവിടെ വരുന്നത്? നോക്ക്, അച്ഛാന്ന് വിളിച്ചേ. വിളിക്ക് അച്ഛോ. ജോൺ വർഗീസ് അച്ഛോ. ಓಕೆ, ಪ್ರಾರ್ಥನೆ ಮಾಡಕ್ಕೆ ಹೋಗ್ತಾ ಇದೀನಿ. ಎಲ್ಲರೂ ಕಣ್ಣು ಮುಚ್ಚಿ ಸೈಲೆಂಟ್ ಆಗಿರಬೇಕು. ಓಕೆ ಓಕೆ. പ്രാർത്ഥിക്കാം. കാരണം മനസ്സിലുള്ള ഞങ്ങളുടെ സ്വർഗീയപിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും തിരുമുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് പ്രാഗൽഭ്യം നൽകുന്നതിലേക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയങ്ങളുടെ വിവാഹ ശുശ്രൂഷയൊക്കെ ഇത്രയും അനുഗ്രഹമായി നടത്തുവാൻ നീ കൃപ ചെയ്തതിലേക്കായി സ്തോത്രം. പ്രിയ സാൻഡിക്കായും ജിനിക്കായും സ്തോത്രം ചെയ്യുന്നു. അവർ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ കൂടെ ക്രിസ്തീയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ തിരുകൃപയുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇരുവരുടെയും മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി ഇപ്രകാരം മനോഹരമായ ഒരു വേദി നൽകി തന്നതിലേക്കായി സ്തോത്രം. തുടർന്നുള്ള എല്ലാ പ്രോഗ്രാമിലും തിരുകൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് അവരുടെ കുടുംബജീവിതം പടുത്തുയർത്തുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. തമ്മിൽ സ്നേഹിപ്പാനും അതിലുപരി നിന്നെ സ്നേഹിച്ച് നിനക്ക് പ്രസാദങ്ങളും ജീവിപ്പാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതേക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, അപ്പം ഒരു കേക്ക്, നല്ലൊരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നല്ല ഓർഡർ കൊടുത്താൽ അവർ ഉണ്ടാക്കിയില്ല തരും. ഗ്രൂമിന്റെ ഫാമിലി മെമ്പേഴ്സിനെ വിളിക്കാം. ഓക്കെ, ആദ്യം ആരുടെ ഫാമിലി മെമ്പേഴ്സിനെ വിളിക്കണം? സാൻഡി. ഓക്കെ, സാൻഡി. സാൻഡിയുടെ പേരൻസ് എവിടെ? ബിനിയമ്മ ആൻഡ് സജിപ്പപ്പ. പിന്നെ ഞാനാണ് ഗ്രൂമിന്റെ സിസ്റ്റർ. ഓക്കെ, അമ്മ വരൂ.
വിളിക്കാം. ബ്രൈഡിന്റെ അപ്പയമ്മ എവിടെ പോയി? ആ ഓക്കെ. വത്സം ആന്റി, ജെയിംസ് അങ്കിൾ ആൻഡ് ജിതിൻ. ജിതിൻ ബ്രൈഡിന്റെ ബ്രദർ ആണ്. ഓക്കെ. ആരുടയ മറിയമേ ഈശിഹായെ തുണയ്ക്കണേ ആൺപെൺകൾ സന്ധിപ്പതാതി തൊട്ടി മണ്ണിൽ ആലാഹനായൻ ഹിതത്താ മാർത്തോമൻ കാട്ടുന്ന മാർഗേ ചരിക്കണം ഈ വാഴിൽ വിളയും നിങ്ങൾ. കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പ് കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില്. കൂടെ നമുക്ക് ഫുഡ് കഴിക്കുവാനായിട്ടുള്ള സമയമെടുക്കാം. ഈ സ്റ്റേജിലെ പ്രോഗ്രാമുകൾ, ഒഫീഷ്യൽ പ്രോഗ്രാംസ് ഇവിടെ അവസാനിക്കുന്നുവെങ്കിലും തുടർന്നുള്ളതായ റിസപ്ഷൻ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായിട്ട് സ്തോത്രം. വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ കൂടെ ഇന്ന് ഒന്നായി തീർന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സാൻഡിയെയും പ്രിയ ജിനിയെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. നിന്റെ മക്കൾ കാലെടുത്ത് വെച്ചിരിക്കുന്ന ഈ പുതിയ കുടുംബജീവിതം ഏറെ ധന്യവും അനുഗ്രഹപ്രദവുമായി തീരുവാൻ തക്കോണം സ്വർഗം അവിടുന്ന് സഹായിച്ചാട്ടെ. ഇരു കുടുംബങ്ങളെയും അവിടുന്ന് ആശീർവദിച്ചാട്ടെ. ഇന്നു മുതൽ അവർ തുടങ്ങുന്നതായിട്ടുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും അനുഭവിപ്പാൻ തക്കോണം അവിടുന്ന് സഹായിക്കണം. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും നന്ദിയോടുകൂടെ സ്തോത്രം. ഞങ്ങളുടെ മുൻപിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണപദാർത്ഥ പാനീയങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. മുഖാന്തരങ്ങളൊക്കെ അനുഗ്രഹിക്കണം. അത് ഭക്ഷിപ്പാനും ബലപ്പെടുവാനും ദൈവനാമ മഹിമയ്ക്കായി ജീവിപ്പാനും അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥന കേൾക്കിയാൽ സ്തോത്രം. യേശു മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. മൈലാഞ്ചി കേളുതൊഴി മൈലാഞ്ചി കുറകൾ സകല മകളുവതിനു അണിയണമിതു തരുണികൾ മാർത്തോമൻ വഴിയുടെ മഹിമകളൊഴുകി പാൽച്ചോറും കഴിപ്പിച്ചു പതിവുകൾ നടത്തി കൊണ്ടാടുമ്പോൾ മാലോകരും പ്രാർത്ഥിച്ചു കൂടണം തെറ്റുകുറ്റം പൊറുത്ത് വന്നല്ലോ കണ്ടില്ലേ അന്നമ്മേ നീ എന്താടി പെങ്കൊച്ചേ കുന്തം പോലെ ചിന്തിച്ച് നിൽക്കണത് ഇല്ലമ്മേ ഒന്നുമില്ലമ്മച്ചിയെ ചുമ്മാതങ്ങ് ചിന്തിച്ചു നിന്നതാണ് ഇങ്ങനെ ഞാൻ ചിന്തിച്ച് നിന്നിട്ടാടി കെട്ടും മുമ്പേ കൊച്ചേ നിന്നെ പെറ്റത് അക്കാലം ഇതല്ലല്ലോ. में पुदीना देगा नाटका नगीना देगा चिकनी चमेली देखी चिकना कमीना देगा चांदनी चिडर होके चीट किया तो सारे तारे बोले गिली गिली अक्खा मेरी बात तेरी बात ज्यादा बातें बुरी बात थाली में कटोरा लेगा आलू भात मूड़ी भात मेरे भी जो किसी ने रिपीट किया तो साला मैंने तेरे मुंह पे मारा मुक्का രാവിൻ പൂത്തേൻ തേടും പൂങ്കാറ്റേ അടിപ്പാടാൻ നീയും പോരാമോ അരിയങ്കാവ് വേല കഴിഞ്ഞു ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകന്നേ വരാ ചെല്ലപ്പൂഞ്ചെന്നോ കൂടെ കൊണ്ടും തരാം രാവൻ പൂത്തേൻ തേടും പൂങ്കാറ്റേ അരിപ്പാടാ നീയും പോരാമോ തീരത്ത് പൂജില്ല ഗാനം മുളച്ചു കുമരി പെയ്യുമ്പോൾ തീരത്ത് പൂജില്ല ഗാനം മുളച്ചു കുമരി പെയ്യുമ്പോൾ വെള്ളിനില വെൺപറ്റു ചൂടും ആര് പൂമണി മാറി അല്ലിക ഭൂമി വെള്ളം ആദ്യ ഭൂമി നാടൻ കാറ്റിൽ
പൂങ്കാരെ മണിക്കം കാണാതെ അവമാറാപ്പു കാണുന്നൊരാവ് മരത്തെ മറന്നു നിന്നെ മാണിക്യം കല്ലിട്ടതാവ് മണിക്കം കാണാതെ അവമാറാപ്പു കാണുന്നൊരാവ് വെളുപ്പുമാവ് ചെണ്ടിലിരുന്ന് കാറ്റുന്നത് മറഞ്ഞാടി അല്ലിപ്പുതാരം കാറ്റിലുലഞ്ഞ് ആമ്പലം നനഞ്ഞാടുമ്പോ തൂണി പോയി പരിമിളം ലാ 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 ലലലല രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ അടിപ്പാടാൻ നീയും പോരാമോ അരിയക്കാവ് വില കഴിഞ്ഞു ആമണിപ്പാടത്ത് മുഖ കൊഴിഞ്ഞു ആറ്റിലാടുന്ന അമ്പൽപ്പൂവിന്റെ തേന്നുകം നേമറാ ചെല്ലപ്പൂ ചെണ്ടെന്ന് കൂടെ കൊണ്ടും തരാം താങ്ക് യു.
तोले की मुंदरी ला दे 3 तोले का कंगना मुंह दिखाई दे दे फिर तू ले जा अपने अंगना 2 तोले की मुंदरी ला दे 3 तोले का कंगना मुंह दिखाई दे दे फिर तू ले जा अपने अंगना ना समझ तू चीज पुरानी चेहरा मेरा पीस नूरानी देखेगा तो खा जाएगा सौ झटके पल्लो लटके रे मारो पल्लो लटके रे मारो पल्लो लटके जरा सा टेढ़ो हो जा बालमा पल्लो लटके मारो पल्लो लटके संतन कट आटा बंबर कट पाता बच्चू पट्टा से पाता पलाटा मराजा गलाटा टिकटा नमोड हे रमडे ना से golden sparrow என் நெஞ்சில arrow நீ இல்லாத life ரொம்ப sorrow mask of sorrow நம்ம பையன் தான் hero singing duet வேற யாரோ கப்பல கோல் இவ சிங்கல சுத்தின girl சந்ததி என்னன்னு கேளு இனி அவன் தான் ஆளு நெத்திலி மீன் ஒரு கத்துல சுத்தின நீனு நிக்குது லைன் நீ மினுக்குற மூணு golden sparrow என் நெஞ்சில arrow நீ இல்லாத life ரொம்ப sorrow mask of sorrow நம்ம பையன் தான் hero singing duet வேற யாரோ ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം തകിലടിയോ നിറപടിയോ മതിയെവിടെ വിളിയലിയോ ടെൻഷനടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം തനിതരികിടയല്ല ഒരു മണകുണയല്ല പുലിയവനൊരു പുല്ല മുരുകനട ഇവളൊരു മണിമുല്ല പുതിയൊരു മഴവില്ല നിറമെഴുതിയ ചില്ല നീ
കുഴമ്പോ സാധുകൾ കൊണ്ടുവാ ഓഹു കൊണ്ടുവാ കൂടാരത്തിരിവിന്റെ പൽക്കിണ്ണം എത്തുന്നതാര് തീരാതിരക്കയിൽ താണാടും സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര് ആകാശ കൂടാരത്തിരിവിന്റെ പൽക്കിണ്ണം എത്തുന്നതാര് തീരാതിരക്കയിൽ താണാടും സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര് ആദോരം പാഴ്പൂരം കാതോരം പാഴ്പൂരം ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ವೈಟ್ ಲೈಟ್ ಕೊಡ್ತೀಯ ಆ ಸರಿ ಬಿಡು ಬಿಡು താങ്ക് യു സോ മച്ച്. പാതിച്ചിരി ചന്ദ്രികയെ 14 ചേലൊളിയെ കാക്കനിയെ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ കലപലതറിയാം പെണ്ണെ ദഫിൽ മുട്ടുന്നു പിന്നെ കോലിൽ കൊട്ടുന്നു നിന്റെ നെഞ്ചിൽ തട്ടുന്നു ഇരുവേതലത്തെ താളം തമ്മിൽ കൊള്ളാനായി പെണ്ണെ ആൺമേ കൊണ്ടോനാ വണ്ണം ഇന്നും കൊണ്ടോനാ സ്വർഗത്തിങ്കലെത്തിപ്പെട്ട എത്തീമിനാളെ